നമസ്തേ. എസ്റ്റാർഡേ നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നമ്മൾക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഡെത്ത് കാർഡാണ് കേട്ടോ. നിങ്ങളുടെ പേഴ്സണിൽ നിന്നും പല നെഗറ്റീവാകുന്ന കാര്യങ്ങളും പൂർണ്ണമായും അവസാനിച്ചു എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം അവർക്ക് നല്ല രീതിയിലുള്ള ജസ്റ്റിസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അവരനുഭവിച്ചു എന്ന് തന്നെയാണ് കാണുന്നത്. അവരിൽ നിന്നും പൂർണ്ണമായും ഡെത്തായി നിൽക്കുന്നത് തേർഡ് സിറ്റുവേഷൻസ് ആണ് കേട്ടോ. തേർഡ് പാർട്ടി ആണെങ്കിലും മറ്റെന്ത് കാര്യമായിരുന്നു അവർ പ്രാധാന്യം കൊടുത്തത്, ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് അവർക്ക് യാതൊരു രീതിയിലുള്ള പോസിറ്റീവ് ആകുന്ന എനർജിയോ അല്ലെങ്കിൽ ഒരു സക്സസ്സോ ഒന്നും നേടാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, അവർക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് ഒരുപാട് നെഗറ്റീവ് ആകുന്ന അനുഭവങ്ങൾ നേരിടേണ്ടി വന്നു എന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഈ എനർജി. അതായത് അവർ ബാലൻസ് ചെയ്തതും പ്രാധാന്യം കൊടുത്തതും തേർഡ് സിറ്റുവേഷൻസിനായിരുന്നു. അത് അവർക്ക് നല്ല ഒരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞു. അവരുടെ ലൈഫിൽ ഒരു മാറ്റം വരുത്തണം എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി അവർ ആ സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിട്ടും ബാലൻസിൽ വരുന്നു. അവരുടെ ലൈഫിനെ ബാലൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതായത് അവർ ആഗ്രഹിക്കുന്ന ഇമോഷണലി നിങ്ങളുമായിട്ടൊന്ന് ഷെയറിങ് ചെയ്യണം, ഇമോഷണൽ പരമായിട്ട് നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് അവർ ആഴത്തിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ ഉള്ളിൽ ഒരുപാട് ഹൈഡിങ് എനർജി ഉണ്ടായിരുന്നു. മാത്രവുമല്ല, ഇപ്പോഴും അവർക്കൊരു എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾക്കിടയിലുണ്ടായ ആ ഒരു നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസുകളും നിങ്ങളോട് ആ വ്യക്തി ബിഹേവ് ചെയ്തത്, പെരുമാറിയ ആ ഒരു സാഹചര്യവും, നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന നെഗറ്റീവാകുന്ന സംസാരങ്ങളും, ഇതെല്ലാം ആ ഒരു വ്യക്തിയെ ഇപ്പോഴും സ്റ്റക്കാക്കി നിർത്തിയിരിക്കുകയാണ്. പക്ഷേ നിങ്ങളെ ഇമോഷണലി ഒന്ന് കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് ആ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ ആഴത്തിൽ ആഗ്രഹിക്കുന്നു. അതായത് നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് തരേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു എന്നും പോസിറ്റീവായിട്ടാണ് നിങ്ങളിലേക്കുള്ള ആ ഒരു എനർജി കണക്ട് ചെയ്യുന്നവർ കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൺറൈസിങ് എനർജിയിലേക്കാണ്, ഒരു സക്സസ് എന്ന് പറയുന്ന സിറ്റുവേഷൻസിലേക്കാണ് നിങ്ങളുടെ ലൈഫ് വന്ന് നിൽക്കാൻ പോകുന്നത്. മാറ്റങ്ങളെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതായത് ഒരു സക്സസ് ആൻഡ് ജഡ്ജ്മെൻറ്റ്, നീതി ലഭിക്കുന്നു നിങ്ങൾക്കെന്നാണ് കാണാൻ പറ്റുന്നത്. കൂടാതെ തന്നെ നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ വളരെ സ്ലോവിലി മൂവിങ് ചെയ്യുന്നുണ്ട്. നിങ്ങളിലേക്ക് പെട്ടെന്ന് വന്നു ചേരുക എന്നുള്ളത് ഡിഫിക്കൽറ്റിയാണ്. കാരണം നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ മോശമായിരുന്നു പാസ്റ്റിലെന്നാണ് കാണാൻ പറ്റുന്നത്. എന്താണെങ്കിലും അവർ ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട്. മാത്രവുമല്ല, അവർ ചെറിയ രീതിയിലൊക്കെ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളെ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളിൽ പല നെഗറ്റീവാകുന്ന അനുഭവങ്ങളും ഹീലാകുക എന്ന ഒരു ചിന്തയോടുകൂടി അവർ നിങ്ങളെ ശരിക്കും ശക്തമായും മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇമോഷണലി അവർ പൂർണ്ണമായും ഫെയിലിയർ ആയിപ്പോയി. അവരുടെ ലൈഫിൽ